ദിലീപേട്ടൻ്റെ വെട്ടം മൂവിയിലെ ചെറുകര റെയിൽവേ സ്റ്റേഷൻ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ? നല്ല ഭംഗിയത് കാണാൻ. പേരാലൊക്കെ ഇങ്ങനെ തൂങ്ങി ആ വള്ളികളൊക്കെ കിടക്കുന്നതും പിന്നെ രണ്ടിരുവശത്തും മുഴുവൻ തേക്ക് മരങ്ങളാണ്. മലപ്പുറം ജില്ലയിലാണ് ആക്ച്വലി ഈ ചെറുകര റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഷാർജ സഫാരി മാളിൽ നമുക്ക് ഈ ചെറുകര റെയിൽവേ സ്റ്റേഷൻ്റെ ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങളെ ട്രെയിൻ കാണിക്കാനും പറ്റും. ട്രെയിനിൻ്റെ ഡെമോ ആണ്, കാണിക്കാനും പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ട്രെയിൻ കാണണമെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഷാർജ സഫാരി മാളിൽ ഫുഡ് കോർട്ട് ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ നമ്മുടെ നദാശക്കുട്ടീനെ നമ്മൾ ജസ്റ്റ് ട്രെയിൻ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഇവിടെ വന്നതാണ്. അപ്പം ഇതൊക്കെ കണ്ടു. അതുപോലെ കൂട്ടുകാരെ, നമ്മുടെ ഈ ചെറുകര റെയിൽവേ സ്റ്റേഷന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ പച്ചത്തുരുത്ത് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കുണ്ടല്ലോ, കൂക്കു കൂക്കു തീവണ്ടി റൈം നഴ്സറി സോങ് ടി വിയിൽ കണ്ടപ്പം ട്രെയിൻ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ അവളെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അവൾ വിചാരിച്ചിരിക്കുന്ന ഒറിജിനൽ ട്രെയിനിലാണ് പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായി. അപ്പോൾ ഈ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ആ പേരാൽ കണ്ടിട്ടുള്ളവരും രണ്ട് സൈഡിലുള്ള തേക്ക് മരങ്ങളെല്ലാം കണ്ടിട്ടുള്ളവരും ഒക്കെ കമൻറ്റ് ചെയ്യേ. നല്ല ഭംഗിയായിരുന്നോ നേരിട്ട് കണ്ടപ്പോഴെന്ന്? ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ വെട്ടം മൂവിയിൽ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കാണുമല്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിലെ ട്രെയിൻ കാണാം. വെറുതെ നമുക്ക് കുഞ്ഞിപ്പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്ക് എവിടെയാണ് പോകുന്നതെന്ന് കേട്ടോ. ബൈ. എവിടെ പോവാ? കന്യാകുമാരി. കന്യാകുമാരി പോവാ. കുഞ്ഞ് പറഞ്ഞത് കുഞ്ഞ് ലുലു മാളിൽ പോവാന്ന് കേട്ടോ. കേട്ട് കാണത്തില്ലായിരിക്കും, ചെറുതായിട്ട് കേൾക്കത്തുള്ളൂ വോയിസ്. അവൾ ലുലു മാളിൽ പോവാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്തു കാസർഗോഡ് ടു കന്യാകുമാരി പോകുമെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.